മുട്ടിൽ മരമുറി വഞ്ചന കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. 2 പ്രതികൾക്ക് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാനും കോടതി അനുമതി നൽകി. അതേസമയം 1-ാം പ്രതി റോജി അഗസ്റ്റിൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വീണ്ടും കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ്. ചോറ്റാനിക്കര കോടതിയുടെ ഒരു അധികാരം ഈ കേസ് പരിഗണിക്കുന്നതിലുള്ള സാങ്കത്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതേ ആവശ്യവും കാര്യങ്ങളുമെല്ലാമായിട്ട് ഹൈക്കോടതിയിലടക്കം സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇത് വിചാരണ കോടതിയെ സമീപിക്കാനും വിചാരണ കോടതിക്ക് ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് അധികാരമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ നേരിട്ട് ഹാജരാകാതിരുന്നതിൽ ആദ്യഘട്ടങ്ങളിൽ നേരിട്ട് ഹാജരാകാതിരുന്നതിൽ കോടതി അതിൽ നീരസം പ്രകടിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിനുശേഷം ഇന്ന് കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട് ഹാജരായ അവർ സമർപ്പിച്ച അപേക്ഷ എന്ന് പറയുന്നത് നേരിട്ട് ഹാജരാകലിൽ നിന്ന് ഒഴിവാകണം എന്നൊരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. കാരണം വീഡിയോ കോൺഫറൻസ് ആക്കണം എന്ന കാര്യങ്ങൾ അപേക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ചോറ്റാനിക്കര കോടതിക്ക് ഇത് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ചോദ്യങ്ങളും ഈ പ്രതികൾ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി അത് തള്ളിയിരിക്കുന്നു. കോടതി പറയുന്നത് തീർച്ചയായും ഈ കോടതിക്ക് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് കേസ് പരിഗണിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ 2 പ്രതികൾക്ക് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് കോടതി ഇളവ് നൽകിയിട്ടുണ്ട്. 1-ാം പ്രതി റോജി അഗസ്റ്റിനും മാത്രം നേരിട്ട് ഹാജരായാൽ മതി. മറ്റു പ്രതികളായ ആൻഡോ അഗസ്റ്റിനും ജോസൂട്ടി അഗസ്റ്റിനും ഇക്കാര്യത്തിൽ ഇളവ് കോടതി നൽകിയിട്ടുമുണ്ട്. ഇതിൽ 2021-ൽ വയനാട്ടിൽ നിന്ന് മരം മുറിച്ച് കടത്തി ഇവിടെ അനധികൃതമായി വിൽപ്പന നടത്തി എന്ന് കാണിച്ചുകൊണ്ട് കരിമുകളിലെ ഒരു തടി വ്യവസായി നൽകിയ പരാതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് തടി മുറിച്ച് വിൽപ്പന നടത്തുന്നതിന് ഇവർക്ക് അനുവാദമില്ലായിരുന്നുവെന്ന് താൻ പിന്നീടാണ് അറിയുന്നതെന്നും തന്നെ ഇതിൽ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് കാണിച്ച വിശ്വാസവഞ്ചനയ്ക്കാണ് അദ്ദേഹം ആ കേസ് നൽകിയത്. ആ കേസിലെ തുടർ നടപടികളാണ് പിന്നീട് കോടതിയിലേക്ക് നീങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.